ഈ നല്ല ചൂടത്ത് ഷമാമ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഈ തരത്തിൽ നിങ്ങളൊന്ന് ഷേക്കും അതുപോലെ ചെറിയ രീതിയിലൊക്കെ ഒരു ഐസും കൂടി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുമല്ല നമ്മൾ കഴിക്കാത്ത ആളുകൾ കൂടി നിങ്ങൾ ഈ ഒരു രീതിയിൽ കഴിച്ചെടുക്കൂട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷേക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു റംസാനിലൊക്കെ വൈകുന്നേരം ടൈമിലാണെങ്കിലും അതല്ല ഇപ്പോൾ ഈ ഒരു ഉച്ച ടൈമിലൊക്കെ ഉള്ള നല്ല ചൂട് ടൈമിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐസും അത് നല്ലൊരു ഷേക്കുമാണ് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് മതിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഷമാമ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാഫിൻ്റെ നമുക്ക് അകത്തൊക്കെ ഉള്ള ഈ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ കുരു ഇട്ടടിക്കുമ്പം ചില ആളുകൾ പറയും ഷമാമ ഷേക്ക് അടിച്ചിട്ട് കയ്പ്പ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കയ്പ്പ് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു കുരുവൊക്കെ നിങ്ങൾ മാറ്റി കളയാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് ജസ്റ്റ് ചെത്തിയിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് മിക്സിയിൽ ജാറിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. കട്ടപ്പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ നല്ല തണുത്ത പാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ഗ്ലാസ് പാലാണ് എടുത്ത് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഒരു ചൂട് സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷമാമ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ മാറ്റി കളയാനായിട്ട് ഇതുപോലെ വാനില ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ശരിക്കും വാനിലയുടെ ഷേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. കഴിക്കാത്ത കുട്ടികൾ പോലും കഴിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഒരു ചെറിയൊരു ഏത്തപ്പഴം, നിങ്ങൾക്ക് ചെറുപഴം ഏതാണ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ബനാന നമുക്ക് ഏത്തപ്പഴമാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേക്കിലേക്ക് നമ്മൾ ഈ ഒരു ഏത്തപ്പഴം അതുപോലെ വാനില എസൻസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ കഴിക്കില്ലാത്ത കുട്ടികൾക്കൊക്കെ എന്തായാലും അവരെന്തായാലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയൊരു ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇനി ഉണ്ടല്ലോ കുറച്ച് കസ്കസ് ഒക്കെ ഉണ്ടെങ്കിൽ കസ്കസ് നമുക്കത് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമുക്ക് അതിനകത്തൊക്കെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കസ്കസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ശരീരത്തിൽ നല്ല തണുപ്പ് കിട്ടണമെന്നും കൂടെയാണ് കസ്കസ്. പിന്നെ ഇതുപോലെ നമുക്ക് കുറച്ച് ഞാനിപ്പം ഐസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഈന്തപ്പഴം ഇട്ടടിക്കുന്നുള്ളവർക്ക് ഈന്തപ്പഴം ഇട്ടടിക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് വാനില എസൻസ് കിട്ടില്ല എന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ 2 ഏലക്ക ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഈ ജ്യൂസ് ഇങ്ങനെ ഷേക്ക് അടിച്ചെടുത്തതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സുകൾ അരിഞ്ഞിടാം കേട്ടോ. അതുപോലെ നമുക്ക് ഒരു മുന്തിരി ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ വേണേൽ അരിഞ്ഞിട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഞാൻ ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഐസിനായിട്ട് നമുക്കിതുപോലെ തന്നെ ഞാനിപ്പം കുറച്ച് വാനില എസൻസും അതുപോലെ ഇത്തിരി പഞ്ചസാരയും കൂടെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. കാരണം ഐസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം കൂടുതൽ വേണമല്ലോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇത് എടുത്ത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ജാറിൽ അത് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഐസിൻ്റെ മൗൾഡാണ് കേട്ടോ. എല്ലാം നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. 85 രൂപ കേട്ടോ. അപ്പം ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഐസ് മൗൾഡിൽ നിന്ന് അടിച്ചെടുത്താൽ അത് കിട്ടും കേട്ടോ. അപ്പം പുറത്തുനിന്ന് കടകളിലൊക്കെ 250 300 റേറ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങണമെങ്കിൽ 85 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങാം. ഇനിയിപ്പം ഈ മൗൾഡ് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ചെറിയ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ കുഞ്ഞ് ഗ്ലാസ്സുകളുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ഐസിൻ്റെ കോല് ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കത് ഫ്രീസറിലേക്ക് കയറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 6-7 മണിക്കൂർ നേരം കഴിഞ്ഞാകുമ്പം എടുക്കാം കേട്ടോ. നല്ല സെറ്റായിട്ടിരിക്കും. നല്ലൊരു വാനില ഫ്ലേവറിലുള്ള നല്ലൊരു ടേസ്റ്റിൽ കിട്ടുന്ന നല്ലൊരു കുൽഫി ഐസാണ് കേട്ടോ ഇത്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടുള്ള ടൈമിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് ഇതുപോലെയൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പം എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല, നോമ്പല്ലേ, വെറുതെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ നോക്കിയിട്ട് ഞാൻ നേരെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വൈകുന്നേരം നോമ്പോറേണ്ട ടൈമിൽ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ എത്തിക്കുക. പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ. ബൈ.